നമസ്കാരം. മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്ന് മുകളിലേക്ക് പോയി. നിഫ്റ്റി 23,737 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കഴിഞ്ഞ ബഡ്ജറ്റ് ദിവസത്തെ ഹൈ കടക്കുന്നുണ്ടോ എന്നാണ് വാച്ച് ചെയ്തിരുന്നത്. 23,632 കടന്നു കഴിഞ്ഞാൽ ഇത്തിരി പോസിറ്റീവ് ആകും എന്നാണ് എല്ലാവരും പ്രതീക്ഷയായിരുന്നു. മാർക്കറ്റ് അത് കൂളായി ഇന്ന് കടന്നു പോയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരുന്നു ഇന്ന് കണ്ടത്. എല്ലാ സെക്ടറുകളിലെയും ഷെയറുകൾക്ക് മുന്നോട്ട് ചലിക്കാനായി. അത് മാർക്കറ്റിൻ്റെ ബ്രെഡ്ത്ത് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. 23,300, 600 ഇതൊക്കെ ഒരു സ്റ്റേജായിട്ടാണ് ഓരോരുത്തർ കണക്കൂട്ടി വെച്ചിരുന്നത്. ആ സ്റ്റേജുകളെല്ലാം രണ്ടും തരണം ചെയ്തിരിക്കുന്നു. അടുത്ത ഇനിയുള്ള ഒരു നല്ലൊരു റെസിസ്റ്റൻസ് വരാനുള്ളത് 24,000-ലാണെന്ന് പറയുന്നു. 24,000 എങ്ങനെ കടക്കുന്നു എന്നതനുസരിച്ച് മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ അതോ 24,000-ൽ തട്ടി വീഴുമോ എന്നൊക്കെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. എന്തോ അവിടെ മാർക്കറ്റ് ഇന്ന് സ്റ്റഡിയായി മുന്നോട്ട് കയറുകയാണ് ഉണ്ടായത്. വലിയ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായില്ല. ഇന്നലെയൊക്കെ ഉണ്ടായ ചാഞ്ചാട്ടങ്ങൾ പോലെയൊന്നും വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവാതെ മാർക്കറ്റ് സ്റ്റേണായിട്ടങ്ങ് കയറി. എല്ലാത്തരം ഓഹരികളിലും മുന്നേറ്റം ഉണ്ടായി. ഇന്ന് റിസൾട്ട് വന്ന ചില ഓഹരികളൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഗോൾഡ് അന്താരാഷ്ട്ര വിലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. വളരെ പെട്ടെന്ന് കുതിച്ചു കയറുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ആഭരണ ജുവല്ലറി കമ്പനികളുടെ ഷെയറുകൾക്കും ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ രീതിയിൽ നിന്നിപ്പോൾ കല്യാൺ ജുവല്ലേഴ്സൊക്കെ 10-12% മറ്റോ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ സ്റ്റോക്കുകൾക്കും ഇത് ബാധകമാണ് കേട്ടോ. ജുവല്ലറിയുടെ സെൻകോ, ഇവിടെ ടൈറ്റാൻ, ഇതെല്ലാം നല്ല മാറ്റങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഗോൾഡ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ടും ഉയർന്നു കയറി പോകുന്നത് കൊണ്ടും ആ സെക്ടറിനൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പിന്നെ ഉണ്ടായത് ഈ തവണ ബഡ്ജറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഗോൾഡിനൊരല്പം ടാക്സ് കൂട്ടുമെന്നാണ്. കഴിഞ്ഞ വർഷം കുറച്ച ടാക്സ് ഇത്തവണ കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ഇറക്കുമതി കൂടിയിരിക്കുന്നു. നമ്മുടെ ഫോറിൻ ട്രേഡിലെ വലിയൊരു ശതമാനം ഗോൾഡിൻ്റെ ഇതിലേക്ക് മാറുന്നു. അപ്പോൾ അതിന് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തും എന്നൊക്കെ ഒരു ഇത് വന്നിരുന്നു മാർക്കറ്റിൽ. അത് പക്ഷെ ഉണ്ടായില്ല. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് മാർക്കറ്റ് ഇന്ന് അനുസരിച്ച് തന്നെ ഗോൾഡ് സ്റ്റോക്കുകളും ഇന്ന് ഉയരാനുണ്ടായത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഈ പോക്ക് നമ്മളുടെ ട്രംപിൻ്റെ പേടിയിൽ നിന്ന് പതുക്കെ കടക്കുന്നു എന്ന് പറയാമോ എന്ന് സംശയമുണ്ട്. കാരണം ഇന്നലെ മെക്സിക്കോയുടെയും കാനഡയും ഏർപ്പെടുത്തിയിരുന്ന ടാരിഫ് ഒരു മാസത്തേക്ക് ഫ്രീസ് ചെയ്യുന്നു എന്ന് അങ്ങനെ വരുത്തുന്നില്ല എന്ന് തീരുമാനിച്ചതാണ് ഈ റാലിക്ക് കാരണമായതെന്ന് തോന്നുന്നു. ആഗോള തലത്തിൽ തന്നെ എല്ലാ മാർക്കറ്റുകളിലും അത് പ്രതിഫലിച്ചു. എല്ലായിടത്തും നല്ല റാലി ഉണ്ടായി. അമേരിക്കൻ മാർക്കറ്റുകളും ഉയർന്നു. ഈ ഒരു മാസത്തെ പെൻഡിങ് വെച്ച് ചർച്ചകൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞുണ്ടാകുന്ന തീരുമാനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. പക്ഷേ യഥാർത്ഥത്തിൽ മാർക്കറ്റ് ഇതുപോലുള്ള ഒരു ടാരിഫ് യുദ്ധത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ മാർക്കറ്റ് കണക്ക് കൂട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയുണ്ടാകുന്ന ട്രിഗറുകൾ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കാതെ അത് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വെള്ളിയാഴ്ച വരാൻ പോകുന്ന മോണിറ്ററി പോളിസി അവലോകനം അത് തീർച്ചയായിട്ടും മാർക്കറ്റിന് നല്ലൊരു ട്രിഗർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാങ്കിങ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ അതിനെ കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് 0.25 എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടോ കുറയ്ക്കുമെന്ന്. അത് 0.5 എത്തുകയോ അല്ലെങ്കിൽ ഈ 2.5 അല്പം കൂടുതലാണ് കുറയ്ക്കുന്ന റേറ്റെങ്കിലോ മാർക്കറ്റ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. ബാങ്കിങ് സ്റ്റോക്കുകൾക്കായിരിക്കും അപ്പോൾ പ്രാധാന്യം കിട്ടുക. മാർക്കറ്റിലേക്ക് ഗവൺമെൻറ് ക്യാഷ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഇതിൻ്റെ ഇൻകം ടാക്സിലെ
തീരുമാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും RBIയും ആ രീതിയിലേക്കായിരിക്കും ചിന്തിക്കുക എന്നുള്ളതിന് സംശയമില്ല. ഒരു ഇതിൻ്റെ കൺസ്യൂമറിൻ്റെ എന്നെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും നേരെയായിട്ടുള്ള ഒരു മാർഗമായിരുന്നു ഈ ടാക്സ് ഇൻകം ടാക്സിൽ വരുത്തിയ മാറ്റങ്ങൾ. അങ്ങനെ ജനത്തിൻ്റെ കയ്യിലേക്ക് ക്യാഷ് ചെല്ലുന്നു. അതും ഉടനെയാണെന്ന് ഓർക്കണം. അടുത്ത മാസമോ ഏപ്രിൽ മുതലുള്ള ഇതിൽ മാറ്റം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. അപ്പോൾ അതിനെ കൂടി സഹായിക്കത്തക്ക രീതിയിലാവും RBIയുടെ പോളിസി അവലോകനം വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ചയോടെ മാർക്കറ്റിൻ്റെ ഒരു ഗതി നമ്മൾക്ക് തീരുമാനിക്കാനാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രതീക്ഷയോടെ തുടരുക. നല്ല ഷെയറുകളിൽ മാത്രം നിക്ഷേപിക്കാൻ പഠിക്കുകയോ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും നിക്ഷേപകരാണെങ്കിൽ അതിനെ വാച്ച് ചെയ്യുകയും അതിലുള്ള സാധ്യതകൾ മുതലെടുക്കുകയും ചെയ്യണം. മാർക്കറ്റിൽ ഒരുപാട് താഴ്ചകൾ ഉണ്ടാകുന്ന സമയവും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയവും ഒക്കെ ഉണ്ട്. താഴ്ചകളിൽ നമ്മൾക്ക് മുതലെടുക്കാനായാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ചെറിയ ചെറിയ ഈ കയറ്റിയിറക്കങ്ങളൊന്നും ഭയപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാനാവും. നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി. നിങ്ങളുടെ ഇതിന് ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളെല്ലാണ് എൻ്റെ പ്രതീക്ഷ. മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മ്യൂച്വൽ ഫണ്ടുകളെ കൊണ്ടുവരുന്നതിനൊക്കെ സഹായിക്കുന്നതിന് എന്നെ വിളിക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതിനുള്ള ലിങ്ക് അയച്ചു തരാനും ശ്രമിക്കുന്നതാണ്. പുതിയതായിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ നല്ലൊരു ഓപ്ഷനാണ്. ദീർഘകാലത്തേക്കുള്ള മ്യൂച്വൽ ഫണ്ടുകളിലെ നിക്ഷേപം നിങ്ങളുടെ അസറ്റിനെ ഒരുപാട് സ്വാധീനിക്കും. നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും അത് ഒരു നല്ലൊരു സഹായമായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ കാലാവധിയൊക്കെ തീരുമാനിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അത് SIP ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും നിങ്ങളുടെ അസറ്റിൽ. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കാര്യത്തിനും ഉപകാരപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ SIP തുടങ്ങുന്നതിനോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനോ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പുതിയതായിട്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിങ് ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ സഹായവും ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, നിക്ഷേപങ്ങൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരും ചെയ്യേണ്ട ആദ്യത്തെ പടിയെന്ന് പറഞ്ഞ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചു തുടങ്ങുകയാണ്. അതാണ് ഷെയർ മാർക്കറ്റിനേക്കാളും നിങ്ങൾ ഈ മാതിരി പറഞ്ഞ റിസ്കുകളൊന്നുമില്ല. ലോങ് ടേമിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു റിസ്ക്കുമില്ലാത്ത ഒരു നിക്ഷേപ മാർഗം തന്നെയായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ബാങ്കിലൊക്കെ ഇടുന്നതിനേക്കാൾ കൂടുതൽ എന്തായാലും 2 or 3 ഇരട്ടി ബാങ്ക് നിക്ഷേപത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാനാവും. അത് ലോങ് ടേമിലേക്ക് ആയിരിക്കണം എന്ന് മാത്രം. ഉടനെ തന്നെയുള്ള ഈ മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടങ്ങളിൽപ്പെട്ട് പോകാതിരിക്കാനാണ് ലോങ് ടേമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണമെന്ന് പറയുന്നത്. ലോങ് ടേമിലേക്ക് നിക്ഷേപിച്ചിരുന്ന ഒരാൾക്കും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് നഷ്ടം വന്നതായിട്ട് എനിക്കറിയില്ല. 5 വർഷവും 10 വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 വർഷം 20 വർഷമൊക്കെ നിക്ഷേപിക്കുന്ന ആളുകളെ നിങ്ങൾ അറിയില്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളവരുടെ നിക്ഷേപ രീതി കണ്ട് മനസ്സിലാക്കണം. കാരണം അവരൊക്കെ ഒരുപാട് ഫണ്ട് മുടക്കാതെ തന്നെ നല്ല അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കും. 20 വർഷം 25 വർഷമൊക്കെ നിക്ഷേപിക്കുന്ന ചെറിയ നിക്ഷേപം പോലും നടത്തുന്നവർക്ക് ഉണ്ടാകുന്ന അസറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ചിലത് 800% അതായത് 8 ടൈംസും 7 ടൈംസ് 8 ടൈംസ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഇതാണ് ഉള്ളത് ഈ 20 വർഷമൊക്കെ നിക്ഷേപിക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു LIC ആണെങ്കിലും ഒക്കെ എടുത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ കൊണ്ടേ അടച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 20 വർഷമോ 25 വർഷമൊക്കെ അടയ്ക്കുന്ന LIC എല്ലാവരും തന്നെ ചേരും. പക്ഷെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ നിക്ഷേപിക്കുകയില്ല.
അതാണ് വ്യത്യാസം. നിങ്ങൾ LIC അടയ്ക്കുന്നത് അത് ആ റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധ്യത മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതിനകത്ത് ഏറ്റവും കൂടിയാൽ കിട്ടുന്നത് ഒരു 8% അല്ലെങ്കിൽ 6 മുതൽ 8% അടുത്തുള്ള ഒരു റിട്ടേൺ മാത്രമാണ് LICക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ. ബാക്കി നിങ്ങളുടെ റിസ്ക് കവർ ചെയ്യുന്നതിനുള്ള ഇതാണ് അവരെടുക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടുകൾ ഒരു 20-25 വർഷത്തേക്ക് നിങ്ങൾ SIP ആയിട്ട് ഒരു മന്ത്ലി അടച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ ഇതിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാവും. 500%, 600% ഒക്കെ റിട്ടേൺ 10 വർഷത്തിനും 15 വർഷത്തിനും ഒക്കെ കിട്ടുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ ആ കാശിന് എന്ത് വ്യത്യാസം വന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെയാണ് 20 വർഷം എന്നുള്ള 25 വർഷം 30 വർഷമൊക്കെ നടത്തുമ്പോൾ കിട്ടുന്നത്. നിങ്ങളൊരു റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയെ വരില്ല. റിട്ടയർമെൻറ്റ് എന്നല്ല, എന്ത് ജോലി ചെയ്യുന്നവർക്കും ചെയ്യാം കേട്ടോ. ഒരു 60-65 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയേ ഉണ്ടാകില്ല. അത് നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടും. അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നത് നിസ്സാര പൈസ കൊണ്ട്. ഇപ്പോഴത്തേക്ക് സെബി ഇപ്പോൾ ഏർപ്പാട് 250 രൂപയ്ക്ക് 250 രൂപ മന്ത്ലി അടച്ചുകൊണ്ടുള്ള SIP തുടങ്ങാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണ് അവർ. അതെന്ന് പറഞ്ഞാൽ ഇത് മാർക്കറ്റിൽ നിങ്ങളുടെ ഈ പണത്തെ സേവിങ്സിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അവർ കൂടി നടത്തുകയാണ്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണ്. അതിൻ്റെ ചിലവിലേക്ക് അവർ സബ്സിഡൈസ് ചെയ്യുമെന്നാണ് സെബി പറയുന്നത്, ചിലവുകൾ. അപ്പോൾ ആ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിനകത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.